വെൽക്കം ടു സൈലം SSC. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കോമൺവെൽത്ത് ഗെയിംസ് ഇപ്പോ നടന്നു കഴിഞ്ഞു അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത്. സോ ഇന്റർനാഷണലി നടക്കുന്ന ഒരു മൾട്ടി സ്പോർട്ട് ഇവന്റ് ആണ് കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത്. പണ്ട് ബ്രിട്ടീഷ് കോളനി ആയിരുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള ഇവന്റ് ആണ്, ഈ രാജ്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇവന്റ് ആണ് കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് എംപയറിന് കീഴിലുണ്ടായ രാജ്യങ്ങളെയാണ് കോമൺവെൽത്ത് എന്നറിയപ്പെടുന്നത്, നമുക്കറിയാലോ. സോ ഈ രാജ്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇവന്റ് ആണ് കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത്. സോ ഈ ഇവന്റുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം റിലവന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സോ കോമൺവെൽത്ത് ഗെയിംസ് ഇപ്രാവശ്യം നടന്നത് എവിടെയാണ്? നമുക്കറിയാം കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് എവിടെയാണ്? ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡിലാണ് ഇപ്രാവശ്യം കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. സോ 2030 ഇനി കോമൺവെൽത്ത് ഗെയിംസ് നമുക്കറിയാം, ഇത് 4 ഇയേഴ്സ് കൂടുമ്പോഴാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുക അല്ലെ. 4 ഇയേഴ്സ് കൂടുമ്പോഴാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. അപ്പോ ഇപ്പൊ 2026 കഴിഞ്ഞു, ഇനി 2030 നടക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ്, അഹമ്മദാബാദിലാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കാനായിട്ട് പോകുന്നത്. സോ അതോടുകൂടി മോർ ദാൻ വൺസ് കോമൺവെൽത്ത് ഗെയിംസ് ഹോസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ ഏഷ്യൻ കൺട്രിയായി മാറുകയാണ്, ആദ്യത്തെ ഏഷ്യൻ നേഷനായി മാറുകയാണ് ഇന്ത്യ. 2010 ഡൽഹിയിൽ കോമൺവെൽത്ത് ഗെയിംസ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യ. 2026 കോമൺവെൽത്ത് ഗെയിംസ് ഇനോഗ്രേറ്റ് ചെയ്തത് കിങ് ചാൾസ് III ആണ്. അതായത് സ്കോട്ട്ലൻഡിൽ ഗ്ലാസ്ഗോയിൽ വെച്ച ഒഫീഷ്യലി കോമൺവെൽത്ത് ഗെയിംസ് ഹോസ്റ്റ് ചെയ്തത് കിങ് ചാൾസ് III ആണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, സോ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എൻ ഇന്റർനാഷണൽ മൾട്ടി സ്പോർട്ട് ഇവന്റ്. ഇത് 4 വർഷം കൂടുമ്പോഴാണ് റിപ്പീറ്റ് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. 1930 ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. അന്ന് ഹോസ്റ്റ് കാനഡയായിരുന്നു. സോ അന്ന് കോമൺവെൽത്ത് ഗെയിംസ് ആയിരുന്നില്ല ഇതിന്റെ പേര്, ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നായിരുന്നു. ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നായിരുന്നു എന്നതിന്റെ പേര്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. സോ കൺട്രീസ് ദാറ്റ് വർ ഫോർമർലി എ പാർട്ട് ഓഫ് ബ്രിട്ടീഷ് എംപയർ, ബ്രിട്ടീഷ് എംപയറിന്റെ പാർട്ടായിരുന്ന രാജ്യങ്ങളാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ ഇപ്രാവശ്യം 74 കൺട്രീസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, കോമൺവെൽത്ത് ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. 74 കൺട്രീസ് ആണ് ഇപ്രാവശ്യം കോമൺവെൽത്ത് ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. 1934 ഇന്ത്യ ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. സോ 1930 സ്റ്റാർട്ട് ചെയ്തു, 1934 അപ്പൊ സെക്കൻഡ് എഡിഷൻ അല്ലെ. സോ സെക്കൻഡ് എഡിഷൻ ഓഫ് കോമൺവെൽത്ത് ഗെയിംസിലാണ് ഇന്ത്യ ആദ്യമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. എന്തൊക്കെ സ്പോർട്സ് ആണ് ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്? athletics and para athletics, swimming and para swimming, table tennis and para table tennis, bowls and para bowls, weightlifting and para powerlifting, artistic gymnastics and netball and boxing. So ഇതാണ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, ഫീച്ചർ ചെയ്തിട്ടുള്ള സ്പോർട്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ബെയറേഴ്സ് ആരൊക്കെയായിരുന്നു? ഓപ്പണിംഗ് സെറിമണിയിലും ക്ലോസിംഗ് സെറിമണിയിലുമുള്ള ഫ്ലാഗ് ബെയറേഴ്സ് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഓപ്പണിംഗ് സെറിമണിയിലെ ഫ്ലാഗ് ബെയറർ ആയിരുന്നു മീരാബായ് ചാനു ആൻഡ് ലവ്ലിന ബോറോഗെയിൻ. മീരാബായ് ചാനു ആൻഡ് ലവ്ലിന ബോറോഗെയിൻ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഒളിമ്പിക് സിൽവർ മെഡൽ വിന്നർ ഇൻ വെയിറ്റ് ലിഫ്റ്റിംഗ്, ഒളിമ്പിക് സിൽവർ മെഡൽ വിന്നർ ആയിട്ടുള്ള മീരാബായ് ചാനു. കോമൺവെൽത്ത് ഗെയിംസിലും മീരാബായ് ചാനു കോൺസിക്യൂട്ടീവ് ആയിട്ട് 3 ഗോൾഡ് മെഡൽ ആണ് നേടിയിരിക്കുന്നത് അല്ലെ. ഇപ്രാവശ്യവും 48 kg കാറ്റഗറി വെയിറ്റ് ലിഫ്റ്റിംഗിൽ മീരാബായ് ചാനുവിന് ഗോൾഡ് മെഡൽ ഉണ്ടായിരുന്നു. Olympic silver medal winner in weightlifting has proven herself to be one of the most successful weightlifters in the country. അതായത് നമ്മുടെ രാജ്യത്തെ മോസ്റ്റ് സക്സസ്ഫുൾ വെയിറ്റ് ലിഫ്റ്റർ ആയിട്ടുള്ള മീരാബായ് ചാനു ആണ് നമ്മുടെ ഫ്ലാഗ് ബെയറിൽ ഒരാള്. അടുത്ത ആള് വന്നിട്ടുള്ളത് ലവ്ലിന ബോറോഗെയിൻ ആണ്. ലവ്ലിന ബോറോഗെയിൻ ഒളിമ്പിക് ബ്രോൺസ് മെഡലിസ്റ്റ് ആയിട്ടുള്ള ലവ്ലിന ബോറോഗെയിൻ, ബോക്സർ ലവ്ലിന ബോറോഗെയിൻ. So Mirabai Chanu is related to weightlifting. Lawlina Borogain is related to boxing. ഓർത്തു വെക്കുക. സോ ആരൊക്കെയാണ് 2 ഫ്ലാഗ് ബെയറേഴ്സ്? ലവ്ലിന ബോറോഗെയിൻ ആൻഡ് മീരാബായ് ചാനു. ഓക്കെ, ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്ലോസിംഗ് സെറിമണിയിലെ ഫ്ലാഗ് ബെയറർ ആരായിരുന്നു? ക്ലോസിംഗ് സെറിമണിയിലെ ഫ്ലാഗ് ബെയറർ ആണ് ജാസ്മിൻ ലംബോറിയ. ജാസ്മിൻ ലംബോറിയയ്ക്ക് കോമൺവെൽത്ത് ഗെയിംസ് ബോക്സിംഗ് 57 kg കാറ്റഗറിയിൽ ഗോൾഡ് മെഡൽ വിന്നർ ആണ്. ഓക്കെ, അപ്പോ ജാസ്മിൻ ലംബോറിയ ബോക്സിംഗ് 57 kg കാറ്റഗറി ഗോൾഡ് മെഡൽ വിന്നർ ആണ്. അവരാണ്
ക്ലോസിംഗ് സെറിമണിയിലെ ഫ്ലാഗ് ബെയറർ. സോ ക്ലോസിംഗ് സെറിമണി ജാസ്മിൻ ലംബോറിയ, ഓപ്പണിംഗ് സെറിമണി ലവ്ലിന ബോറോഗിൻ ആൻഡ് മീരാബായ് ചാനു. ഓക്കെ, റെഡി. അപ്പോ ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡ് ആണ് വെന്യൂ. 2030 നടക്കാൻ പോകുന്നത് അഹമ്മദാബാദ് ആണെന്ന് ഓർക്കുക. റെഡി. ഇനി മസ്കോട്ട് അല്ലെങ്കിൽ ഭാഗ്യ ചിഹ്നത്തിന്റെ പേരെന്ത്? ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡിൽ നടന്നിട്ടുള്ള നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസിന്റെ മസ്കോട്ടിന്റെ പേരാണ് ഫിന്നി. ഫിന്നി എന്ന് പറയുന്ന ഈ ഒരു മസ്കോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് സ്കോട്ട്ലൻഡിന്റെ നാഷണൽ ആനിമൽ ആയിട്ടുള്ള ഒരു മിത്തിക്കൽ യൂണിക്കോൺ ആണ്. ഒരു മിത്തിക്കൽ യൂണിക്കോണിനെയാണ് സ്കോട്ട്ലൻഡിന്റെ നാഷണൽ ആനിമൽ ആയി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ടാണ് ഫിന്നി എന്ന് പറയുന്ന മസ്കോട്ട് വെച്ചിട്ടുള്ളത്. മസ്കോട്ടിന്റെ പേരെന്താണ്? ഫിന്നി. ഓക്കെ, ഫിന്നി. ഫിന്നിയാണ് മസ്കോട്ട്. യു ക്യാൻ കോൾ മീ ഫിന്നി. ഓക്കെ, ഫിന്നിയാണ് ഒഫീഷ്യൽ മസ്കോട്ട് കോമൺവെൽത്ത് ഗെയിംസിന്റെ. ഇനി മെഡൽ ടാലിയിൽ ഇന്ത്യ എത്രാമത്തെ പൊസിഷനാണ്? ഇന്ത്യയുടെ പൊസിഷൻ വരുന്നത് 4th പൊസിഷൻ ആണ്. ഇന്ത്യ 4th പൊസിഷൻ ആണ്. ഇന്ത്യക്ക് 13 ഗോൾഡ്, 17 സിൽവർ, 9 ബ്രോൺസ് ആണ് ഇന്ത്യ നേടിയിരിക്കുന്നത്. ഇനി മെഡൽ ടാലിയിൽ ഫസ്റ്റ് പൊസിഷൻ ആരാ? ഫസ്റ്റ് പൊസിഷൻ ഓസ്ട്രേലിയ ആണ്. ഓസ്ട്രേലിയക്ക് ടോട്ടൽ 70 ഗോൾഡ്, 45 സിൽവർ ആൻഡ് 56 ബ്രോൺസ് ആണ്. സെക്കൻഡ് വന്നിരിക്കുന്നതോ? സെക്കൻഡ് ഇംഗ്ലണ്ട് ആണ്. ഇംഗ്ലണ്ടിന് 29 ഗോൾഡ്, 45 സിൽവർ ആൻഡ് 36 ബ്രോൺസ്. കാനഡയ്ക്കാണെങ്കിലോ 19 ഗോൾഡ്, 20 സിൽവർ ആൻഡ് 23 ബ്രോൺസ്. ഓക്കെ, അപ്പൊ ഇന്ത്യ 4th പൊസിഷൻ. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, കാനഡ. ഓസ്ട്രേലിയക്ക് 70 ഗോൾഡ്, ഇംഗ്ലണ്ടിന് 29 ഗോൾഡ്, സോറി, ഓസ്ട്രേലിയക്ക് 70 ഗോൾഡ്, ഇംഗ്ലണ്ടിന് 29 ഗോൾഡ്, കാനഡയ്ക്ക് 19 ഗോൾഡ്. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കുക. 70, 29, 19, 13. ഓക്കെ, 13. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, കാനഡ ആൻഡ് ഇന്ത്യ. റെഡി. 70, 29, 19, 13. ഇങ്ങനെയാണ് ഗോൾഡിന്റെ എണ്ണം വരുന്നത്. സോ ഇത്തരത്തിലുള്ള ഗെയിംസിൽ ഗോൾഡിന്റെ എണ്ണം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഹോസ്റ്റ് ആയ സ്കോട്ട്ലൻഡിന് 5th പൊസിഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ള നമുക്ക് 13 ഗോൾഡ് ഉണ്ട് അല്ലെ. 13 ഗോൾഡ് നമുക്ക് ആരൊക്കെയാണ് വാങ്ങി തന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കണം. അത് നമ്മൾ മസ്റ്റ് ആയിട്ടും പഠിക്കണം. ബാക്കി എല്ലാം പഠിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. സോ 13 ഗോൾഡ് ആരൊക്കെയാണ് നമുക്ക് വേണ്ടി വാങ്ങി തന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. സോ മീരാഭായ് ചാനു ആദ്യമായി 48 kg വെയിറ്റ് ലിഫ്റ്റിംഗ് ഇവന്റിൽ റെക്കോർഡ് ബ്രേക്കിംഗ് ടോട്ടൽ അവർ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടായ വെയിറ്റ് എന്ന് പറയുന്നത് 190 kilograms ആണ്. സോ 2026 കോമൺവെൽത്ത് ഗെയിംസിൽ വെയിറ്റ് ലിഫ്റ്റിംഗിൽ മീരാഭായ് ചാനു ഗോൾഡ് മെഡൽ അല്ലെ. സോ ഇതിനു മുന്നേ ഇത് 3rd കോൺസിക്യൂട്ടീവ് ഇയർ ആണ് കോമൺവെൽത്ത് ഗെയിംസിൽ മീരാഭായ് ചാനു ഗോൾഡ് മെഡൽ നേടുന്നത്. 3rd കോൺസിക്യൂട്ടീവ് ഇയർ എന്ന് പറയുമ്പോൾ ഇതിനു മുന്നേ 2018, പിന്നെ 2022, പിന്നെ 2026 ഈ 3 വർഷവും മീരാഭായ് ചാനുവിന് ഗോൾഡ് മെഡൽ നേടിത്തന്നു ഇന്ത്യക്ക് വേണ്ടി കോമൺവെൽത്ത് ഗെയിംസിൽ. ഓക്കെ, സോ നെക്സ്റ്റ് Sachin Sivaj, men's 60 kg category. Sachin Sivaj, men's 60 kg category boxing. And again, Ankush Pangal, men's 80 kg category boxing. So, 2 പേര് again boxing നമുക്ക് again 2 പേര് പഠിക്കും. നമുക്ക് ഫസ്റ്റ് പഠിക്കുന്ന ബോക്സിംഗിൽ നമുക്ക് 7 ഗോൾഡ് മെഡൽ ശരിക്കും ഉണ്ട്. ഓക്കെ, കോമൺവെൽത്ത് ഗെയിംസിൽ 7 ഗോൾഡ് മെഡൽ വന്നിരിക്കുന്നത് ബോക്സിംഗിൽ നിന്നാണ്. അതിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് പേര് സച്ചിൻ സിവാജ്, മെൻസ് 60 kg, അങ്കുഷ് പങ്കൽ, മെൻസ് 80 kg. സച്ചിൻ സിവാജ് 60 kg, അങ്കുഷ് പങ്കൽ 80 kg. 2 പേരും ബോക്സിംഗ് ആണ്. നെക്സ്റ്റ് അഗൈൻ ബോക്സിംഗ്, പ്രീതി പൻവാർ ആൻഡ് ജാസ്മിൻ ലംബോറിയ നമ്മൾ പഠിച്ചതാണ്. പ്രീതി പൻവാർ 54 kg ബോക്സിംഗ് ആൻഡ് ജാസ്മിൻ ലംബോറിയ ആരായിരുന്നു? ഫ്ലാഗ് ബെയറർ ആയിരുന്നു അല്ലെ. ഫ്ലാഗ് ബെയറർ ആയിരുന്നു കോമൺവെൽത്ത് ഗെയിംസ് ക്ലോസിംഗ് സെറിമണി ഫ്ലാഗ് ബെയറർ ആയിരുന്നു ജാസ്മിൻ ലംബോറിയ 57 kg ബോക്സിംഗ്. ഓക്കെ, അപ്പൊ 54 kg ബോക്സിംഗ് പ്രീതി പൻവാർ, ജാസ്മിൻ ലംബോറിയ 57 kg ബോക്സിംഗ്. ഇവിടെ നോക്കാം, സച്ചിൻ സിവാജ് 60 kg ബോക്സിംഗ്, അങ്കുഷ് പങ്കൽ 80 kg ബോക്സിംഗ്. ഓക്കെ, നെക്സ്റ്റ് സാക്ഷി ചൗധരി ബോക്സിംഗ് വുമൺസ്
51 kg ബോക്സിംഗ്. അപ്പൊ ബോക്സിംഗ് ആണ് വുമൻസ് 51 kg കാറ്റഗറി. നമ്മളിപ്പോ എത്ര പേര് ബോക്സിംഗ് പഠിച്ചു? 5 പേര് പഠിച്ചു അല്ലെ. ഇനി അടുത്തത് പ്രിയ ബോക്സിംഗ് വുമൺ 60 kg. ബോക്സിംഗ് വുമൺ 60 kg കാറ്റഗറി ഗോൾഡ് മെഡൽ. ഇപ്പൊ 6ാമത്തെ ആള് പഠിച്ചു. നെക്സ്റ്റ് ആരാണ്? അരുന്ധതി ചൗധരി വുമൻസ് ബോക്സിംഗ് 70 kg. അരുന്ധതി ചൗധരി വുമൻസ് ബോക്സിംഗ് 70 kg. സോ ബോക്സിംഗിൽ നിന്ന് നമുക്ക് എത്ര മെഡലായി? ബോക്സിംഗിൽ നമുക്ക് ടോട്ടൽ 7 ഗോൾഡ് മെഡൽസ് പഠിച്ചു അല്ലെ. ബോക്സിംഗിൽ നമുക്ക് ലഭിച്ചത് 7 ഗോൾഡ് മെഡൽസ് ആണ്. വെയിറ്റ് ലിഫ്റ്റിംഗ് എത്രയാ? വെയിറ്റ് ലിഫ്റ്റിംഗ് 1 പഠിച്ചു അല്ലെ. വെയിറ്റ് ലിഫ്റ്റിംഗ് 1 പഠിച്ചു. മീരാബായ് ചാനു 1 ഗോൾഡ് അല്ലെ. നെക്സ്റ്റ് നോക്കാം. അസ്മിത ദേ ക്ലിൻച്ച്ഡ് കൺട്രീസ് ഫസ്റ്റ് എവർ കോമൺവെൽത്ത് ഗെയിംസ് ജൂഡോ. അപ്പൊ ജൂഡോയിൽ നമുക്ക് ആദ്യമായിട്ടാണ് ഗോൾഡ് ലഭിക്കുന്നത്. ദാറ്റ് ഇസ് വുമൻസ് 48 kg കാറ്റഗറി. അസ്മിത ദേ ജൂഡോ ആണ്. അടുത്ത ജൂഡോയിൽ ഒരാളും കൂടി ഉണ്ട്. മെൻ 60 kg ഇവന്റിൽ ഹർഷ് സിംഗ്. ഇന്ത്യക്ക് ജൂഡോയിൽ കോൺസിക്യൂട്ടീവ് ആയിട്ട് ഗ്ലാസ്ഗോയിൽ ലഭിച്ചിട്ടുള്ള ഗ്ലാസ്ഗോയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള 2ാമത്തെ മെഡലാണ് മെൻ 60 kg ഇവന്റിൽ ഹർഷ് സിംഗിന്റെ ഗോൾഡ് മെഡൽ. സോ ജൂഡോയില് നമുക്ക് എത്രാമത്തെയായി? ജൂഡോയില് 2. സോ അടുത്തത് നോക്കാം. ദിലീപ് മധു ഗവിത് പാരാ അത്ലറ്റിക്സ്. ഇവിടെ നിങ്ങൾക്ക് T47 എന്ന് കാണാൻ പറ്റും അല്ലെ. T47 എന്നൊക്കെ പറയുന്നത് ഇവർ പാരാ അത്ലറ്റിക്സ് എന്ന് നമുക്ക് പറഞ്ഞാൽ നമുക്കറിയാം ഫിസിക്കലി ഹാൻഡികാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പാരാ അത്ലറ്റിക്സ് അല്ലെ. സോ ഈ T47 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏതാണോ ഡിസബിലിറ്റി ആ ഡിസബിലിറ്റി കാറ്റഗറിയാണ് T47 എന്ന് പറയുന്നത്. സോ മെൻസ് 100 meter ദിലീപ് മധു ഗാവിത്. മെൻസ് 100 meter. നെക്സ്റ്റ് അപ്പൊ പാരാ അത്ലറ്റിക്സ് 1ആയി. അടുത്തത് സോമൻ റാണ പാരാ അത്ലറ്റിക്സ് മെൻ ഷോർട്ട് പുട്ട്. സോമൻ റാണ പാരാ അത്ലറ്റിക്സ് 2ആയി. നെക്സ്റ്റ് പാരാ ഷോർട്ട് പുട്ടർ ഷർമിള ധൻകർ. പാരാ ഷോർട്ട് പുട്ടർ ഷർമിള ധൻകർ 2026 കോമൺവെൽത്ത് ഗ്ലാസ്ഗോയില് ഗോൾഡ് മെഡൽ ഉണ്ട്. സോ പാരാ അത്ലറ്റിക്സ് 3 മെഡലായി അല്ലെ. സോ ഇതാ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ബോക്സിംഗ് 7 നമ്മൾ പഠിച്ചു, പാരാ അത്ലറ്റിക്സ് 3 പഠിച്ചു, ജൂഡോ 2, വെയിറ്റ് ലിഫ്റ്റിംഗ് 1. അങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്? 13 ഗോൾഡ് മെഡല് വരുന്നത്. റെഡി. 2030 നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത് അഹമ്മദാബാദ് ആണ് എന്നുള്ള കാര്യം കൂടിയും ഓർക്കാം. സോ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡിൽ നടന്നിട്ടുള്ള കോമൺവെൽത്ത് ഗെയിംസിനെ പറ്റി പഠിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ കോമൺവെൽത്ത് ഗെയിംസ് മസ്കോട്ടിന്റെ പേര് എന്തായിരുന്നു എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു.